നമസ്കാരം. കഴക്കൂട്ടത്ത് യുവതിയെ പീഡിപ്പിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് മുങ്ങിയ ബെഞ്ചമിനെ അതിവേഗം കുടുക്കിയത് സ്വന്തം പേരിലുള്ള ലോറിയാണ്. CCTV ക്യാമറയിൽ മുഖം പതിയാതിരിക്കാൻ മോഷ്ടിച്ച കുട ഉപയോഗിച്ച് മറച്ചാണ് ബെഞ്ചമിൻ നടന്നത്. പ്രതിയെ ഉറപ്പിച്ച പോലീസ് ലോറിയുടെ നമ്പർ കണ്ടെത്തി മണിക്കൂറുകൾക്കുള്ളിൽ ഇയാളുടെ വിലാസവും ഫോൺ നമ്പറും ശേഖരിച്ചു. പിന്നീട് മധുരയിൽ എത്തിക്കുള്ള അറസ്റ്റ് പഴുതുകളും അടച്ചു. കഴക്കൂട്ടത്തെ ഹോസ്റ്റലുകളിലൊന്നും മതിയായ സുരക്ഷയില്ലെന്ന പാഠമാണ് ബെഞ്ചമിൻ നൽകുന്നത്. കരുതൽ കൂട്ടേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം നൽകുന്നത്. ലോറി ബെഞ്ചമിന്റെ സ്വന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിയുടെ വിവരങ്ങളെല്ലാം പെട്ടെന്ന് ലഭിച്ചു. ഉടമയുടെ ചിത്രവുമായി ഒത്തുനോക്കിയാണ് പ്രതിയെ ഉറപ്പിച്ചത്. മധുരയിലേക്ക് തിരിച്ച ഡാൻസ് ഓഫ് സംഘം സൈബർ സംഘത്തിന്റെ സഹായത്തോടെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കാട് കയറിയ സ്ഥലത്ത് ഒരു സ്ത്രീക്കൊപ്പമാണ് ഇയാളെ അവിടെ കണ്ടെത്തിയത്. ഈ സ്ത്രീയെയും പീഡിപ്പിക്കുകയായിരുന്നു. പോലീസിനെ കണ്ട് ഇയാൾ ഓടി. നേരിയ സംഘടനത്തിനൊടുവിലാണ് സംഘം ഇയാളെ കീഴ്പ്പെടുത്തിയത്. ഇയാൾക്കെതിരെ തമിഴ്നാട്ടിൽ സമാനമായ കേസുകൾ ഉണ്ടെന്നാണ് സൂചന. കഴക്കൂട്ടത്തെ CCTV ക്യാമറകളിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് ഇയാളെ തിരിച്ചറിഞ്ഞത്. ലോറിയുടെ വാതിലടയ്ക്കുന്നതിന്റെയും വാഹനം നീങ്ങുന്നതിന്റെയും ശബ്ദം രാത്രി കേട്ടതായി സമീപവാസികളിൽ ഒരാൾ പറഞ്ഞതാണ് നിർണായകമായത്. പ്രദേശത്ത് വന്നുപോയ ലോറികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസ് ബെഞ്ചമിൻ നടക്കുന്നതും പിന്നീട് ലോറി ഓടിച്ചു പോകുന്നതും CCTVയിലൂടെ കണ്ടെത്തി. CCTV ക്യാമറയിൽ മുഖം പതിയാതിരിക്കാൻ മോഷ്ടിച്ച കുട ഉപയോഗിച്ച് മുഖം മറച്ചാണ് ഇയാൾ നടന്നത്. ഇതാണ് സംശയം കൂട്ടിയത്. പ്രതി ബെഞ്ചമിൻ തന്നെയാണെന്ന് ഉറപ്പിച്ച പോലീസ് ലോറിയുടെ നമ്പർ കണ്ടെത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇയാളെ വിലാസവും ഫോൺ നമ്പറും സംഘടിപ്പിച്ചു. ലോറി ബെഞ്ചമിന്റെ സ്വന്തമായിരുന്നതിനാൽ പ്രതിയുടെ വിവരങ്ങളെല്ലാം ലഭിച്ചു. മധുരയിലേക്ക് തിരിച്ച് ഡാൻസ് ഓഫ് സംഘം സൈബർ സംഘത്തിന്റെ സഹായത്തോടെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ തമിഴ്നാട്ടിൽ സമാനമായ കേസുകൾ ഉണ്ടെന്നാണ് സൂചനയെന്ന് പോലീസ് പറയുന്നു. ടെക്നോ പാർക്കിലെ ജീവനക്കാരി അതിക്രമം നേരിട്ട സാഹചര്യത്തിൽ കഴക്കൂട്ടത്തെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുമെന്നും പോലീസ് പെട്രോളിംഗ് വിപുലമാക്കുമെന്നും കഴക്കൂട്ടം സൈബർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ P. അനിൽകുമാർ പറഞ്ഞു. ഹോസ്റ്റലുകളിലും മറ്റും താമസ സ്ഥലങ്ങളിലും നിർബന്ധമായും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും കൂടുതൽ വനിതകൾ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിർത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയിരുന്നതായി ബെഞ്ചമിൻ പോലീസിനോട് പറഞ്ഞു. കേരളം തനിക്ക് ഇഷ്ടപ്പെട്ടെന്നും ഇനിയും വരാൻ പദ്ധതിയിട്ടിരുന്നതായും പ്രതിയുടെ വെളിപ്പെടുത്തലുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് എത്തിയതെന്ന് പ്രതി പറഞ്ഞു. ട്രക്ക് ഡ്രൈവറായ ഇയാൾ തമിഴ്നാട്ടിൽ നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട്. തെരുവിൽ കഴിയുന്ന സ്ത്രീകളെയാണ് താൻ കൂടുതലും പീഡിപ്പിച്ചിട്ടുള്ളതെന്നും ബെഞ്ചമിൻ പറയുന്നു. രാത്രി 2 മണിയോടെയാണ് കഴക്കൂട്ടത്തെ ഹോസ്റ്റലിൽ കയറി IT ജീവനക്കാരിയായ യുവതിയെ ബെഞ്ചമിൻ ഉപദ്രവിച്ചത്. ഹോസ്റ്റലിൽ CCTV ഇല്ലായിരുന്നു. ഹോസ്റ്റൽ പരിസരത്തെയും റോഡിലെയും CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ഹോസ്റ്റലിലെ പീഡനത്തിന് മുൻപ് സമീപത്തെ 3 വീടുകളിൽ ഇയാൾ മോഷണ ശ്രമം നടത്തിയിരുന്നു. CCTVയിൽ വരാതിരിക്കാൻ സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് കുടയെടുത്ത് മുഖം മറച്ചായിരുന്നു ഹോസ്റ്റലിൽ ഇയാൾ കയറിയത്. ഒരു വീട്ടിൽ നിന്ന് തൊപ്പിയും മറ്റൊരു വീട്ടിൽ നിന്ന് ഹെഡ്ഫോണും പ്രതിയെടുത്തു. തമിഴ്നാട്ടിൽ ബെഞ്ചമിന്റെ പേരിൽ നിരവധി കേസുകളുണ്ട്. അതിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്.